ഹായ് ഹോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വെൽക്കം ബാക്ക്. അപ്പോൾ ഇറച്ചി ഇല്ലാതെ തന്നെ നമുക്ക് ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിൽ ഒരു കറി തയ്യാറാക്കിയിട്ടെടുത്താലോ. അത് ഞാൻ വെള്ളക്കടല ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിൽ കറി തയ്യാറാക്കിയിട്ടെടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. കൂടെ തന്നെ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ മറക്കാതെ തന്നെ ഒന്ന് പ്രസ്സും ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിലാണ് ഞാൻ ഇന്ന് ഒരു കറി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. വളരെ സിമ്പിളാണ് ഇത് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കിക്കളഞ്ഞാലോ. അപ്പോൾ ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ 1.5 കപ്പ് അളവിൽ, അതായത് 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1.5 കപ്പ് അളവിലാണ് ഈ ഒരു വെള്ളക്കടലൊക്കെ എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ തലേദിവസം രാത്രി കുതിർത്തെടുത്തതാണ്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിലാണ് ഞാൻ ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു കറിയൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ തലേദിവസം രാത്രി തന്നെ ഇത് കുതിർത്തെടുക്കണം. ഇനി ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ അടുപ്പിലൊരു പ്രഷർ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിത് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം ഈ ഒരു രീതിയിലുള്ള കറികളൊക്കെ നമ്മൾ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചൂടായതിന് ശേഷം ഇതിലേക്ക് ഞാനിത് 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. അതായത് മീഡിയം സൈസ് സവാളയാണ് 2 സവാള എടുത്തിട്ടുള്ളത്. അത് നല്ല നൈസായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് വഴറ്റിയെടുക്കണം. കാരണം നമ്മൾ ഈ സാധാരണ വെക്കുന്ന ഒരു രീതിയിലല്ല ചെയ്തെടുക്കുന്നത്. കാരണം ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിലാണ് ഞാൻ ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഇത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ അളവിലാണ് കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉപ്പൊക്കെ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് വീണ്ടും ഇട്ട് കൊടുക്കാം. സവാള പകുതി വഴന്ന് വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 5 വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഇതിലേക്ക് ചതച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് കിട്ടട്ടെ. നല്ല രീതിയിൽ തന്നെ ഈ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നായി വഴന്ന് കിട്ടട്ടെ. ഇനിതാ ഇതിലേക്ക് ഞാനിത് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 4 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഉടഞ്ഞ് കിട്ടട്ടെ. അപ്പോൾ ഈ മസാലകളൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഉടഞ്ഞ് കിട്ടട്ടെ. അപ്പോൾ ഇതാ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. എന്നാലും ഇച്ചിരിയും കൂടി ഒന്ന് ഉടേണ്ട ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ ഈ കറിയൊക്കെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടാനേ. ഈ ഒരു സമയത്ത് തന്നെ ഞാനിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കണേ. എന്നാൽ മാത്രമേ കറിവേപ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് കൂടി കിട്ടുകയുള്ളൂ. ഇതിലേക്ക് ഇനി മസാലപ്പൊടികൾ ചേർത്ത് വെക്കാം. 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി, 3/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി, ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മസാലപ്പൊടികളുടെയൊക്കെ ആ ഒരു പച്ചമണം നന്നായിട്ടൊന്ന് മാറിക്കിട്ടട്ടെ. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ ഒരു സമയത്ത് ഞാനിതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം മസാലപ്പൊടികളൊന്നും കളറ് മാറണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇതാ ഈ ഒരു മസാലപ്പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ കഴുകിയെടുത്തിട്ടുള്ള കടല ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1.5 കപ്പ് അളവിലാണ് ഈ ഒരു കടല എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കടലയൊക്കെ ഒന്ന് ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു കടലക്കറിക്കുള്ളത്. കാരണം ഇറച്ചിക്കറി മാറി നിൽക്കും, അത്രയും ടേസ്റ്റാണ് ഉള്ളത്. അപ്പോൾ എൻ്റെ ഒരു റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ടെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇത് നല്ല രീതിയിൽ തന്നെ ഈ ഒരു മസാലയൊക്കെ കടലക്കയിൽ നന്നായിട്ട് യോജിച്ച് കിട്ടിയിട്ടുണ്ട്.
ഇനി ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1.5 കപ്പ് അളവിലാണ് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുതേ. ഇനി ഇതിനൊരു 4-5 വിസിൽ വരെ നമുക്കിതിനൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഈ ഒരു സമയത്ത് ഞാനിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇത് ഒരു 5 വിസിൽ വരെയാണ് ഈ ഒരു കടലക്ക വേവിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ കുക്കറിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം മാത്രമാണ് നമ്മൾ കുക്കറൊന്ന് ഓപ്പൺ ആക്കിയിട്ട് എടുക്കാൻ പാടുള്ളൂ കേട്ടോ. 5 വിസിൽ വരെ അടിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ആവിയൊക്കെ പുറത്ത് പോയി അതിന് ശേഷം ഞാനിത് അടപ്പൊന്ന് ഓപ്പൺ ആക്കിയിട്ട് നോക്കുന്നത്. അപ്പോഴേക്കും തന്നെ കടലൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കറിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. തലേദിവസം നമ്മൾ വിചാരിക്കും നാളെ എന്തോടി കറി തയ്യാറാക്കിയിട്ടെടുക്കാം ബ്രേക്ക്ഫാസ്റ്റിന്. നമുക്ക് ഓരോരോ ദിവസം ഓരോരോ ഭക്ഷണത്തിൻ്റെ ചിന്ത തന്നെ എല്ലാവർക്കും ഉണ്ടാവാനല്ലേ. നാളെ എന്താക്കും, അല്ലെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് എന്താക്കും, അല്ലെങ്കിൽ ഇന്ന് രാത്രി എന്ത് ഭക്ഷണമാക്കും, എന്ത് കറികളാക്കും, അതൊക്കെയാണ് നമ്മൾ എപ്പോഴും, അതായത് എല്ലാ ടൈമിനും നമ്മൾ ചിന്തിക്കുന്ന ഈ ഒരു കാര്യം ഇതൊക്കെ തന്നെയാണല്ലേ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നതാണെങ്കിൽ നിങ്ങളും കമൻ്റ് ഇടുക. അതായത് ഓരോ ദിവസം ചെയ്തെടുക്കേണ്ട ഫുഡും അതുപോലെ തന്നെ കറികളൊക്കെ കാര്യമാണ് നമ്മളൊക്കെ ചിന്തിക്കുന്നത്. അതായത് ഹൗസ് വൈഫായ നമ്മളൊക്കെ ചിന്തിക്കുന്ന ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത് ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഈ ഒരു വെള്ളക്കടല കുതിർത്തെടുക്കാം. അങ്ങനെ ഞാനിത് വെള്ളക്കടല കുതിർത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ വിചാരിച്ചു എന്തായാലും ഈ ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിൽ തന്നെ ഈ ഒരു കടലക്കറി തയ്യാറാക്കിയിട്ടെടുക്കാൻ. അങ്ങനെയാണ് ഞാനിന്ന് ഈ ഒരു കടലക്കറി തയ്യാറാക്കിയിട്ടുള്ളത്. ടേസ്റ്റ് എന്ന് വെച്ചാൽ അത്രയും ടേസ്റ്റാണ് ഈ ഒരു കടലക്കറിക്കുള്ളത്. കാരണം ഇറച്ചിക്കറി മാറി നിൽക്കും. അപ്പോൾ ഇതുപോലുള്ള ചിന്തകൾ നിങ്ങൾക്കുണ്ടാവില്ലേ, എന്ത് കറി നമ്മൾ തയ്യാറാക്കിയിട്ടെടുക്കണം, എന്ത് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ചെയ്തെടുക്കണം എന്നുള്ള. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ കമൻ്റ് ഇടണേ. അങ്ങനെ ഇതാ ഈ ഒരു കടലക്കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റാണ് ഈ ഒരു കടലക്കറിക്കുള്ളത്. ഇറച്ചി വേണമെന്നില്ല, നമുക്ക് കടല വീട്ടിലുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലുള്ള കടലക്കറി നിങ്ങളും തയ്യാറാക്കിയിട്ടെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അയക്കാൻ മറക്കരുത്. ഇനി പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.